കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ടും അറക്കൽ അബൂനും അമിനാക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ പിറ്റേ വർഷം മുതൽ ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട് ചികിത്സകളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഏറെക്കുറെ നാട്ടിലൊക്കെ പാട്ടായിട്ടുണ്ടായിരുന്നു. വലിയ അറക്കക്കാരൊക്കെ ആയിട്ട് എന്താ കാര്യം, ഇക്കണ്ട സ്വത്തിന് അവകാശമായിട്ട് ആണായിട്ടോ പെണ്ണായിട്ടോ ഒരു തരിയെങ്കിലും വേണ്ടേന്ന്. ഈ കിംവദന്തികളൊക്കെ അബൂന്റെ അമീനാടും ചെവിയിൽ കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിഷമായിരുന്നു. അതൊക്കെ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ തന്നെ ആമിനെ അബു 10 വർഷത്തോളം ചികിത്സ തുടർന്നിരുന്നു. 10ാം വർഷം അവരുടെ കാത്തിരിപ്പിനൊടുവിലെ പടച്ചോൻ അവർക്കൊരു പെൺകുഞ്ഞിനെ കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ഏറെ വിഷമിപ്പിച്ചുകൊണ്ടും ഏറെ കാത്തിരുന്നുകൊണ്ടാണെന്ന് അറിയില്ല, പടച്ചോൻ അവർക്ക് 3 പെൺമക്കളെ വേറെയും കൊടുത്തു. മക്കളൊക്കെ വലുതാക്കലും പഠിപ്പിക്കലും പ്രായമായതിൻ്റെ ഒക്കെ ആയിട്ട് ആമിനാക്ക് വല്ലാണ്ട് വയ്യായിക വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ കെട്ടിച്ചു വിട്ട് അവരൊക്കെ വീട്ടിൽ വരുമ്പോഴേ 3 മരുമക്കൾക്കും ഓരോരോ ഇഷ്ടങ്ങളാണത്രേ. മൂത്ത മരുമോനിക്കാണെങ്കിൽ ചോറിക്ക് ചിക്കൻ ഇല്ലാതെ പറ്റില്ല പോലും. രണ്ടാമത്തെ മരുമോനിക്കാണെങ്കിലേ നെയ്മീന് നിർബന്ധമാണത്രേ. മൂന്നാമത്തെ ആൾക്കോ പോത്തിറച്ചി ഇല്ലാതെ പറ്റില്ല പോലും. ഇവരൊക്കെ വരുമ്പോഴേക്കും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി ആമിന കിടപ്പിലായിട്ടുണ്ടാവും. ആമിനാന്റെ അവസ്ഥ കാണുന്ന അബൂനാണെങ്കിൽ വല്ലാത്ത വിഷമാണ്. അബു കണ്ടെത്തിയതാണ് നമുക്ക് ചിക്കനും ബീഫും മീനൊക്കെ അച്ചാറിട്ട് വെക്കുക, അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ വേഗം കൊടുക്കാലോന്ന്. അപ്പോൾ വേഗം നിങ്ങൾ ഓർഡർ ആക്കിക്കോ.